ബഹുമാനായ യോഗാധ്യക്ഷൻ, ഈ സമിതിയുടെ ചെയർമാൻ കൂടിയായ ശ്രീ തോട്ടപ്പള്ളി രവീന്ദ്രനാഥ്, യോഗം ഉദ്ഘാടനം ചെയ്യാനായിട്ട് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന സാഹിത്യകാരനും അഴീക്കോട് ഫൗണ്ടേഷൻ്റെ സ്ഥാപക ചെയർമാനുമായ ശ്രീ കെ സുദർശൻ സാർ, ഇന്ന് നമുക്കറിയാം മുഖ്യ പ്രഭാഷകനായിട്ട് ഇവിടെ എത്തിയിരിക്കുന്നത് ഏറെ ബഹുമാന്യായ ശ്രീ കെ സുദർശനൻ സാറാണ്. അദ്ദേഹം തിരുവനന്തപുരത്താണ് താമസം. അഴീക്കോട് മാഷുമായിട്ട് വളരെ അടുത്ത ബന്ധമുള്ള ആളും ഒത്തിരി പുസ്തകങ്ങൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അഴീക്കോട് ഫലിതങ്ങൾ, അമ്പലവട്ടം കഥകൾ, ഹരിതജാലകം എല്ലാം അദ്ദേഹം എഴുതിയ പുസ്തകങ്ങളാണ്. മലയാള സാഹിത്യ സംഘം അവാർഡ് നേടിയിട്ടുണ്ട്, പ്രവാസി അവാർഡ് നേടിയിട്ടുണ്ട്. നല്ല മികച്ച ഒരു പ്രഭാഷകനുള്ള ഈ JC ഡാനിയൽ അവാർഡ് സാറിന് ലഭിച്ചിട്ടുണ്ട്. അദ്ദേഹം നമുക്ക് ഇവിടെ ഉദ്ഘാടകനായിട്ട് കിട്ടിയതേറെ നമ്മുടെ ഭാഗ്യമാണ്. രാവിലെ 12 മണിക്ക് വീട്ടിൽ തിരിച്ചാണ്. നമ്മളൊക്കെ ഇതിന് വരാൻ വേണ്ടി കുറച്ചല്പം നേരെ ആൾ ഇവിടെ തിരിച്ചിട്ട്, അപ്പോൾ സാറ് വളരെ നേരത്തെ തന്നെ ഇറങ്ങിയിട്ട് നമ്മുടെ നാഷണൽ ഹൈവേയിലൂടെ യാത്ര ചെയ്യാൻ വളരെ പ്രയാസമാണ്. റോഡുകൾ പണികളൊക്കെ നടക്കുന്ന കാരണം വലിയ പാടുപെട്ടാണ് ഇപ്പോൾ അദ്ദേഹം ഇവിടെ എത്തിച്ചേർന്നത്. ഏതായാലും അഴീക്കോടിനോട് അദ്ദേഹം കാട്ടിയ ഏറെ ആദരവിനും ബഹുമാനത്തിനും അഴീക്കോട് വിചാരവേദിയുടെ പേരിൽ, ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും പേരിൽ ഞാൻ ഈ യോഗത്തിലേക്ക് സ്വാഗതം ആശംസിക്കുന്നു. ഉദ്ഘാടനം ചെയ്യുന്നതിന് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന നമ്മുടെ ആദരണീയനായ ശ്രീ കെ സുദർശൻ അവർകളാണ്. സാഹിത്യകാരനും അഴീക്കോട് ഫൗണ്ടേഷൻ സ്ഥാപക ചെയർമാനും ഒരു പ്രശസ്തനായ പ്രഭാഷകനുമായ അദ്ദേഹത്തെ ഈ യോഗത്തിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കുന്നതിനായി ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്തു. ആദരണീയനായ അധ്യക്ഷൻ ശ്രീ തോട്ടപ്പള്ളി രവീന്ദ്രനാഥ് അവർകൾ, ഇന്ന് ഡോക്ടർ സുകുമാർ അഴീക്കോട് പുരസ്കാരത്തിന് അർഹനായ പ്രശസ്തനായ എഴുത്തുകാരനും ഗ്രന്ഥശാല പ്രവർത്തകനും അധ്യാപകനും ഒക്കെയായ അഭിവന്ദ്യനായ ശ്രീ ചുനക്കര ജനാർദ്ദനൻ നായർ അവർ, ഇവിടെ സ്വാഗതം ആശംസിച്ച സുരേഷ് കുമാർ, തുടർന്ന് സംസാരിക്കുന്ന ശ്രീ CNN തമ്പി അവർ, ശ്രീമതി N വിധുമതി ടീച്ചർ, ഇവിടെ സന്നിഹിതരായിരിക്കുന്ന ഈ ഗ്രാമത്തിലെ അഴീക്കോട് മാഷിനെ സ്നേഹിക്കുന്ന, ഇഷ്ടപ്പെടുന്ന സുമനസ്സുകളെ, മാഷിൻ്റെ ഈ ചരമദിനത്തിൽ മാഷിനെ സ്നേഹിക്കുന്ന ഒരു പ്രദേശത്തെ ഒരു കൂട്ടം ആളുകൾ, സഹൃദയർ സംഘടിപ്പിച്ചിരിക്കുന്ന ഈ പരിപാടിയിൽ, മാഷിൻ്റെ പേരിലുള്ള അവാർഡും സമ്മാനിക്കുന്ന ഈ പരിപാടിയിൽ അല്പം അകലെ നിന്നാണെങ്കിലും എത്തിച്ചേരാൻ എനിക്ക് അത്യധികമായ സന്തോഷവും ആവേശവും ഉണ്ടായിരുന്നു. ഉച്ചയ്ക്ക് മുമ്പ്, ഏതാണ്ട് 12 മണിക്ക് മുമ്പാണ് യാത്ര തിരിച്ചത്. ഇതിനു മുമ്പും 2 വർഷം മുമ്പോ മറ്റോ എന്നെ ഈ പരിപാടിയിലേക്ക് മാഷിൻ്റെ സന്തത സഹചാരിയും സാരഥിയും ഒക്കെയായ പ്രിയങ്കരനായ ശ്രീ സുരേഷ് എന്നോട് ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ ഈ സ്മൃതി ദിനങ്ങളിൽ അദ്ദേഹത്തിൻ്റെ വസതിയിൽ വെച്ച് കൂടുന്ന ചടങ്ങിലും, അത് കഴിഞ്ഞ് മിക്കവാറും സാഹിത്യ അക്കാദമിയിലൊക്കെ സംഘടിപ്പിക്കുന്ന അനുസ്മരണത്തിലും അതിൽ പങ്കെടുക്കാൻ വേണ്ടി അങ്ങോട്ട് പോകാറുള്ളത് കൊണ്ട് എനിക്കിവിടെ എത്തിച്ചേരാൻ കഴിഞ്ഞില്ല. ഇത്തവണ വളരെ നേരത്തെ
സുരേഷ് കുമാറും അഴീക്കോട് സുരേഷും ആവശ്യപ്പെട്ടപ്പോൾ വളരെ സന്തോഷത്തോടെ ഞാനത് സമ്മതിക്കുകയായിരുന്നു. മാഷ് കടന്നുപോയിട്ട് ഒരു വ്യാഴവട്ടമാവുന്നു. മിക്കവാറും എല്ലാ ദിവസവും മാഷിനെ ഓർത്തു പോകേണ്ട സന്ദർഭങ്ങൾ നമ്മുടെ സാമൂഹ്യ ജീവിതത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കും. യേശുദാസിനെ കുറിച്ച് പറയും. യേശുദാസിൻ്റെ ഒരു പാട്ട് കേൾക്കാത്ത ഒരു ദിവസം മലയാളിയുടെ ജീവിതത്തിലില്ല. അതുപോലെ മാഷിൻ്റെ പേരോർമ്മിക്കാത്ത, മാഷിനെ ഓർമ്മിക്കാത്ത, മാഷിൻ്റെ പ്രഭാഷണങ്ങളെ ഓർമ്മിക്കാത്ത, വിമർശനങ്ങളെ അനുസ്മരിക്കാത്ത ഒരു ദിവസം മലയാളിയുടെ ജീവിതത്തിൽ ഇല്ലാത്ത വിധം കടന്നുപോയിരിക്കും. മാഷിന് ഏറ്റവും ഇഷ്ടമില്ലാത്ത ഒരു പദമായിരുന്നു സാംസ്കാരിക നായകൻ എന്നുള്ളത്. സാംസ്കാരിക നായകൻ എന്ന അദ്ദേഹത്തെ ആരെങ്കിലും വിശേഷിപ്പിച്ചാൽ എന്തെങ്കിലും ഒരു നുള്ളു കൊടുത്തിട്ട് അദ്ദേഹം ആ വേദിയിൽ നിന്ന് പോകാറുള്ളായിരുന്നു. ഒരിക്കൽ അദ്ദേഹം പറഞ്ഞത്, ഇപ്പോൾ മലയാളത്തിലെ എഴുത്തുകാർക്ക് ബോണസായിട്ട് ഒരു പേര് കൂടെ കിട്ടിയിരിക്കുന്നു, സാംസ്കാരിക നായകൻ. അപ്പോൾ തിരുവനന്തപുരത്ത് അദ്ദേഹം പറയുകയാണ്, തിരുവനന്തപുരത്ത് ഈയിടെ കേട്ടത് ഒരു സാംസ്കാരിക നായകൻ്റെ വീട്ടിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യ ഇളയ മകളോട് പറഞ്ഞു അത്രേ, നീ ഈ ചായ കൊണ്ടുപോയി ആ TV കണ്ടുകൊണ്ടിരിക്കുന്ന സാംസ്കാരിക നായകൻ്റെ കയ്യിൽ കൊടുക്കാൻ. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, എന്തായാലും എൻ്റെ വീട്ടിൽ അങ്ങനെ ഒരു അപവാദം ഉണ്ടാവുകയില്ല, കാരണം വിവാഹം കഴിക്കാതിരിക്കുന്നതുകൊണ്ടുള്ള ഗുണങ്ങളിൽ ഒന്നാണ്. ആ വിധത്തിൽ സാംസ്കാരിക നായകൻ എന്നൊക്കെയുള്ള വിശേഷണമോ പദവിയോ പട്ടമോ ഒന്നും ആഗ്രഹിക്കാതെയും ഇഷ്ടപ്പെടാതെയും അദ്ദേഹം നമ്മുടെ ഒരേ ഒരു സാംസ്കാരിക നായകനായി തുടർന്നിരുന്നു. ഏതു കാര്യത്തിലും അദ്ദേഹത്തിൻ്റെതായ അഭിപ്രായം, നേരിൻ്റെ പക്ഷത്തുള്ള അഭിപ്രായം, നീതിയുടെ പക്ഷത്തുള്ള അഭിപ്രായം വളരെ ധീരമായി പറയുമായിരുന്നു. അദ്ദേഹം തൻ്റെ വിമർശന ജീവിതം ആരംഭിക്കുന്നത് സാഹിത്യത്തിൽ നിന്നാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ വിമർശനം പിന്നെ സാംസ്കാരിക തലങ്ങളിലേക്ക് പടരുകയും അത് സാമൂഹിക ജീവിതത്തിൽ വ്യാപൃതമാവുകയും ചെയ്തു. നമ്മൾ ടോട്ടൽ ക്രിട്ടിക് എന്ന് പറയുമല്ലോ, ആ വിധത്തിലുള്ള ടോട്ടൽ ക്രിട്ടിക്കായിരുന്നു ഡോക്ടർ സുകുമാർ അഴീക്കോട്. എന്ന് പറഞ്ഞാൽ ഒരു എഴുത്തുകാരന്, ഒരു സാഹിത്യകാരന്, ഒരു സാംസ്കാരിക പ്രവർത്തകന് ഈ സമൂഹത്തിൽ, നമ്മുടെ രാഷ്ട്രീയ മണ്ഡലത്തിൽ, നമ്മുടെ ജീവിത മണ്ഡലത്തിൽ എന്തുമാത്രം സ്വാധീനമുണ്ട്, എത്രമാത്രം സ്വാധീനിക്കാൻ കഴിയും, ആ വാക്കുകൾക്ക് എത്രമാത്രം ശക്തിയുണ്ട്, കരുത്തുണ്ട് എന്ന് തെളിയിച്ച അനുഗ്രഹീതനായ, പ്രതിഭാധനനായ, പ്രഗത്ഭമതിയായ ആളായിരുന്നു അഴീക്കോട് മാഷ്. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം ഒരു തെരഞ്ഞെടുപ്പിൽ, അടുത്ത കാലത്ത് കുറച്ച് മുമ്പുള്ള ഒരു തെരഞ്ഞെടുപ്പിൽ ആരാധ്യനായ നേതാവ് ശ്രീ VS അച്യുതാനന്ദൻ മത്സരിക്കാനില്ല. പ്രായാധിക്യം കൊണ്ടാവാം, അനാരോഗ്യം കൊണ്ടാവാം അദ്ദേഹത്തെ ഒഴിവാക്കിയിരിക്കുന്നു. പക്ഷേ അദ്ദേഹം വേണമെങ്കിൽ മത്സരിക്കുവാനും വിജയിച്ചാൽ ഭരണസാരഥ്യം ഏറ്റെടുക്കുവാനും സജ്ജനാണ്, സന്നദ്ധനുമാണ്. പക്ഷേ അദ്ദേഹത്തെ ഈ പറഞ്ഞ കാരണങ്ങളാൽ സാങ്കേതികമായി ഒഴിവാക്കിയിരിക്കുന്നു. മാഷ് എന്താ ചെയ്തത്? മാഷൊരു ലേഖനം എഴുതി അദ്ദേഹത്തിൻ്റെ സർഗവൈഭവത്തിൻ്റെ വിമർശന മൂർച്ചയുടെ എല്ലാ കരുത്തും പ്രസരിപ്പിക്കുന്ന വിധത്തിലുള്ള ഒരു ലേഖനം എഴുതി കേരളകൗമുദിക്ക് കൊടുത്തു. കേരളകൗമുദി എന്താണ് ചെയ്തത്? ആ ലേഖനം അവരുടെ മുഖപ്രസംഗമായി കൊടുത്തു. എഡിറ്റോറിയൽ ഒരു പത്രം ഒരു എഴുത്തുകാരൻ്റെ ലേഖനത്തെ അവരുടെ മുഖപ്രസംഗമാക്കി കൊടുക്കുക അപൂർവങ്ങളിൽ അപൂർവമാണ്. തന്നെയുമല്ല, ആ മുഖപ്രസംഗം എങ്ങനെ അച്ചടിച്ചു വന്നുവെന്നോ, ഫ്രണ്ട് പേജിൽ ഒരു ബോക്സ് കോളത്തിൽ മാഷിൻ്റെ ആ ലേഖനം അച്ചടിച്ചു വന്നു. അതിൻ്റെ ഫലം എന്ന് പറയുന്നത് ശ്രീ VS അച്യുതാനന്ദൻ പാർട്ടിയുടെ സമുന്നത നേതൃത്വങ്ങളാൽ പരിഗണിക്കപ്പെട്ടു. അദ്ദേഹം
തെരഞ്ഞെടുപ്പിന് നിന്നു. അദ്ദേഹം വിജയിച്ചു. അദ്ദേഹം മുഖ്യമന്ത്രി ആവുകയും ചെയ്തു. മുഖ്യമന്ത്രി ആയതിനു ശേഷം അദ്ദേഹവുമായി വിയോജിക്കേണ്ട ഘട്ടങ്ങൾ വന്നു. അതിന് അദ്ദേഹത്തിന് പോലീസ് കാവൽ കിട്ടി. ആർക്ക്? മാഷിന്. അതാണ് സുകുമാർ അഴീക്കോട് എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ വാക്കുകളുടെയും അക്ഷരങ്ങളുടെയും കരുത്താണ് ഈ ഉന്നത തലത്തിലെടുത്ത ഒരു തീരുമാനത്തെ തിരുത്തുവാൻ പര്യാപ്തമാക്കിയത്. ആ വിമർശനത്തിൻ്റെ ശക്തി ഇന്നത്തെ എഴുത്തുകാർക്ക് നഷ്ടമായിരിക്കുന്നു എന്ന വാക്ക് ഞാൻ തിരുത്തുകയാണ്. അവർക്ക് ഒരിക്കലും ഉണ്ടായിരുന്നില്ലല്ലോ. ഉണ്ടായിരുന്ന ഒരു കാര്യമല്ലേ നഷ്ടമാവുകയുള്ളൂ. ഈ അടുത്ത കാലത്ത് നമ്മുടെ ഒരു സാംസ്കാരിക നായകൻ, സാഹിത്യ പ്രമുഖൻ ഒരു സുപ്രധാനമായ വേദിയിൽ വെച്ചുകൊണ്ട് വളരെ ശക്തമായി സംസാരിച്ചു എന്ന് മാത്രമല്ല, അതിങ്ങോട്ട് നമ്മുടെ മീഡിയകളിലൂടെ TV-യിലൂടെ ഒക്കെ വന്നു കഴിഞ്ഞപ്പോൾ കേരളമൊട്ടാകെ, മലയാളി സമൂഹമൊട്ടാകെ ആവേശഭരിതരാവുകയും ചെയ്തു. ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ ഇനിയും ആളുകളുണ്ടല്ലോ. മാഷിനെ പോലെ ഇത്ര ശക്തമായി നിശ്ചിതമായി വിമർശിച്ചുവല്ലോ. എല്ലാവരും ആവേശഭരിതരായി. പക്ഷേ ഒന്നും സ്ഥിരമല്ല എന്ന് പറയുന്ന പോലെ അടുത്ത ദിവസം അതിന് ചില വ്യാഖ്യാനങ്ങളും ചില വിശദീകരണങ്ങളും ചില ഭേദഗതികളും ആരാണോ പറഞ്ഞത് അദ്ദേഹം തന്നെ എന്തുകൊണ്ടാണെന്നറിയില്ല കൊടുത്തു. അപ്പോൾ ഈ വിധത്തിൽ സാഹിത്യ നായകന്മാർ, സാംസ്കാരിക നായകന്മാർ ഇല്ലാത്ത ഒരു കാലഘട്ടം കൂടുതലുമുള്ളത് സാംസ്കാരിക ദല്ലാളന്മാരാണ്. സാംസ്കാരിക ഗായകന്മാരാണ് എന്ന് ഞാൻ മറ്റൊരു ഓർമ്മ ദിനത്തിൽ മൂത്തകുന്നത്ത് പറഞ്ഞിരുന്നു. ആ വിധത്തിൽ ശ്രുതിഗാനങ്ങൾ പാടുന്ന സ്തുതിപാഠകരായ അവസരവാദികളായ ആളുകൾ എഴുത്തിൻ്റെ കരുത്ത് നശിപ്പിക്കുന്ന ഒരു ഘട്ടത്തിൽ നമ്മൾ മാഷിനെ ഓർമ്മിക്കുമ്പോൾ വല്ലാതെ വികാരാധീനരായി പോകുന്നുവെങ്കിൽ അത് സ്വാഭാവികമാണ്. മാഷ് വിമർശിക്കാത്ത ഒരു കാര്യവുമില്ല. ഈ പ്രഭാഷകൻ എന്ന് പറയുന്നത് ആൾക്കൂട്ടത്തിൻ്റെ അധ്യാപകനാണ് പ്രഭാഷകൻ. അദ്ദേഹത്തോട് ഒരിക്കൽ ഒരു ഇന്റർവ്യൂവിൽ ചോദിച്ചു, അങ്ങ് ശരിക്കും ഒരു അധ്യാപകന്റെ മട്ടിലല്ലേ ഈ പ്രഭാഷണത്തിൽ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത്? അദ്ദേഹം പറഞ്ഞു, അത് ഒരു തരത്തിൽ ശരിയാണ്. കാരണം അധ്യാപകനായിരുന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ക്ലാസ്സുകളിൽ വിദ്യാർത്ഥികളെ, പറഞ്ഞുവല്ലോ അദ്ദേഹത്തിൻ്റെ ഒരു വിദ്യാർത്ഥിനി ഇവിടെ സന്നിഹിതയാണ്, വിദ്യാർത്ഥികളെ ശാസിക്കുമായിരുന്നു. പഴയ അച്ഛനെ പോലെ. പഴയ അച്ഛൻ എന്ന് പറഞ്ഞാൽ അത് വ്യാകരണ പിശകാണ്. വ്യാകരണ പിശകിൻ്റെ ഉദാഹരണമായി പന്മന കാണിച്ചത് പഴയ അച്ഛൻ്റെ ഷർട്ടെന്ന് ഒരുത്തൻ പറഞ്ഞു എന്നാണ്. അച്ഛൻ്റെ പഴയ ഷർട്ടാണ്. പക്ഷെ ഞാൻ പഴയ അച്ഛൻ എന്ന് പറഞ്ഞത് പഴയ കാലത്തെ അച്ഛൻ മക്കളെ ശാസിക്കുമായിരുന്നു, മക്കളെ വഴക്കു പറയുമായിരുന്നു, ഒരുപക്ഷെ ശിക്ഷിക്കുമായിരുന്നു. പുതിയ കാലത്തെ അച്ഛൻ അതിന് ധൈര്യപ്പെടുമോ എന്ന് സംശയമാണ്. ആ വിധത്തിലുള്ള ഒരു അച്ഛൻ്റെ പക്ഷത്ത് നിന്നുകൊണ്ട്, ഒരു അമ്മാവന്റെ പക്ഷത്ത് നിന്നുകൊണ്ട് ശക്തമായി അദ്ദേഹം ശാസിക്കുമായിരുന്നു. ആ ശാസന പ്രഭാഷണ വേദികളിലും അദ്ദേഹം തുടർന്നിരുന്നു. അങ്ങനെയൊക്കെ എത്ര പ്രഭാഷകന്മാർക്ക് ചെയ്യാൻ സാധിക്കും? ഇത് പ്രഭാഷണ വേദിയിൽ മാത്രമല്ല, ഇത് ക്ലാസ് റൂമുകളിൽ മാത്രമല്ല, എവിടെയും മാഷ് അങ്ങനെ തന്നെ പെരുമാറുമായിരുന്നു. സുരേഷ് ഒരിക്കൽ പറഞ്ഞു, ഞാൻ നേരിട്ടും കേട്ടതാണ്, രണ്ടുപേരും കൂടി എവിടെയോ മീറ്റിങ്ങിന് വേണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴുണ്ട് ഈ മാഷിൻ്റെ കാറിൻ്റെ ഫ്രണ്ടിൽ ഒരു വൈക്കോ ലോറി പോകുന്നു. വൈക്കോ ലോറി പോകുന്നത് കണ്ടിട്ടുണ്ടാവുമല്ലോ. വൈക്കോ ലോറിയിൽ കൊള്ളാത്തത്രയും ലോഡ് കയറ്റി ഈ വൈക്കോ ലോറി ഒരു വലിയ പന്തലായി മാറി, ആ പന്തൽ ഇങ്ങനെ പടർന്ന് അതിങ്ങനെ അതിനപ്പുറത്ത് ലോകം അവസാനിക്കുകയാണോ എന്ന് തോന്നിപ്പോകുന്ന വിധത്തിൽ റോഡ് നിറഞ്ഞ കവിഞ്ഞ വൈക്കോ ലോറി പോയിക്കൊണ്ടിരിക്കുമ്പോൾ മാഷ് പറഞ്ഞു, സുരേഷേ, യവന്റെ മുമ്പേ കയറ്റി വണ്ടി നിർത്തുക. അങ്ങനെയൊക്കെ പറയുന്നത് പുതിയ റിക്രൂട്ടഡായിട്ടുള്ള സബ് ഇൻസ്പെക്ടർമാരാണ്. നമ്മൾ സിനിമ കണ്ടിട്ടില്ലേ, ഇവന്റെ ലോറിയുടെ മുമ്പേ വണ്ടി കയറ്റി കുറുക്കെ നിർത്തുക
ക്രോസ് ചെയ്ത് നിർത്തുക. സുരേഷ് അങ്ങനെ ചെയ്തു. മാഷ് ചാടി ഇറങ്ങി. ഈ പറഞ്ഞ സബ് ഇൻസ്പെക്ടറുടെ വീര്യത്തോടെ, സ്മാർട്ട്നെസ്സോടെ അദ്ദേഹം ചാടി ഇറങ്ങി ആ ലോറിക്കാരനെ നോക്കി ഏറ്റവും ശക്തമായ ഭാഷയിൽ ശാസിച്ചു. അതെ, ശാസിച്ചു. ലോറിക്കാരനാണെങ്കിലോ ഒരു ഖഡോൽക്കജൻ, കൊമ്പൻ മീശ. പക്ഷേ അയാളുടെ കൊമ്പൻ മീശയും അയാളുടെ ഈ അരോഗദൃഢഗാത്രവും എല്ലാം ഇദ്ദേഹത്തിൻ്റെ പ്രകമ്പനം നിറഞ്ഞ വാക്കുകളിൽ കമ്പനം കൊണ്ടു എന്നുള്ളതാണ് സത്യം. ഞാൻ ചോദിച്ചു മാഷോട്, മാഷ അത്രയും ധീരമായി അങ്ങനെ ചെയ്യുമ്പോൾ അയാൾ എങ്ങനെ പ്രതികരിക്കുമെന്ന് ചിന്തിച്ചില്ലേ? ഞാൻ ചിന്തിച്ചില്ല. എങ്കിൽ ഞാൻ അങ്ങനെ ചെയ്യുമോ സുദർശൻ? അവനുണ്ട് ഒരു വലിയ തടിയൻ. അപ്പോൾ ആ സമയത്ത് എനിക്കതൊന്നും തോന്നിയില്ല. ഇവൻ കാണിക്കുന്ന ഒരു നീതികേടില്ലേ, ഇവൻ കാണിക്കുന്ന ഒരു അധാർമികതയില്ലേ, റോഡിൽ വേറെ ആർക്കും പോണ്ടേ, ഇവൻ ഇങ്ങനെ പോകാമോ? അപ്പം ഞാൻ വേറെ ഒന്നും ചിന്തിച്ചില്ല. പക്ഷെ അവന് ഒരക്ഷരം മിണ്ടിയില്ല കേട്ടോ. അവൻ വല്ലാതായിപ്പോയി. അയാൾ മിണ്ടാതായതിൻ്റെ, നിശബ്ദനായതിൻ്റെ ശക്തി എന്ന് പറയുന്നത്, മാഷിന് ലഭിച്ച ശക്തി എന്ന് പറയുന്നത് ധാർമ്മികതയുടെ ശക്തിയാണ്, നീതിയുടെ പക്ഷത്ത് നിൽക്കുന്നതിൻ്റെ ശക്തിയാണ്. ഇങ്ങനെ ഒരു സാംസ്കാരിക പ്രവർത്തകനെ ഇനി നമുക്ക് കണ്ടുമുട്ടാനാകുമോ എന്നുള്ള ചോദ്യം ഈ വാർഷിക ദിനത്തിൽ നമുക്ക് പങ്കുവയ്ക്കാം. ഈ വിധത്തിൽ ഓരോ നിമിഷവും അനീതിയുടെ നേർക്ക് ഒറ്റയാൾ പോരാട്ടം നടത്തിക്കൊണ്ട് മുന്നോട്ട് പോയ ഒരു സാംസ്കാരിക നായകൻ, ആ പേരിൽ അറിയപ്പെടാൻ ആഗ്രഹിക്കാത്ത സാംസ്കാരിക നായകൻ. നമ്മുടെ ഈ ഗുരുഭക്തന്മാരെ ഒരിക്കൽ അദ്ദേഹം വിമർശിച്ചു. പിന്നീട് പുസ്തകത്തിലും എഴുതി. ഗുരുഭക്തന്മാർ, ശ്രീനാരായണ ഗുരുവിൻ്റെ ഭക്തന്മാർ, അവരെ നോക്കി ഒരു വേദിയിൽ വെച്ച് അദ്ദേഹം പറഞ്ഞു, ഇന്ന് ഗുരുവിന് ആശ്രമമുണ്ട്, വീട്ടിൽ ഫോട്ടോയുണ്ട്, കലണ്ടറിൽ അവധിയുണ്ട്, റോഡിൽ മന്ദിരമുണ്ട്, പ്രതിമയുണ്ട്, പ്രതിഷ്ഠയുണ്ട്, എല്ലാമുണ്ട്, ജാഥയുണ്ട്. പക്ഷേ ഗുരു മാത്രമില്ല. എത്ര ശക്തമായ ഒരു വിമർശനമാണത്. ഗുരുവിൻ്റെ ദുഃഖം എന്ന അദ്ദേഹം ഒരു പുസ്തകം എഴുതിയല്ലോ. കൊല്ലത്തെ ഇംപ്രിന്റ് ബുക്സ് പ്രസിദ്ധീകരിച്ച ഗുരുവിൻ്റെ ദുഃഖം എന്ന പുസ്തകത്തിൽ അദ്ദേഹം ഈ വാചകം ആവർത്തിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ വിമർശനം ഖണ്ഡന വിമർശനമായിരുന്നു. ഖണ്ഡന വിമർശനത്തിൻ്റെ മൂർച്ച ഏറ്റവും അധികം അനുഭവിച്ചത് മഹാകവി ജി ശങ്കരക്കുറുപ്പും ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ മുഴുവൻ കൃതികളെക്കുറിച്ചും വിമർശിക്കപ്പെടുന്നത്, ഒരു കവിയുടെ സമഗ്ര കൃതികളെയും വിമർശിക്കപ്പെടുന്നത് ആദ്യമായിട്ടായിരുന്നു. അത് കഴിഞ്ഞ് അദ്ദേഹം മഹാകവിയുടെ കുമാരനാശാന്റെ ഒറ്റ ഖണ്ഡകാവ്യത്തെ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ടും വിമർശിച്ചു. ഇതെല്ലാം നമ്മുടെ സാഹിത്യത്തിലെ പന്ഥാവിൽ, ചരിത്രത്തിൽ നാഴികക്കല്ലുകളാണ്. ഖണ്ഡനവും മണ്ഡനവും എന്ന് പറഞ്ഞൊരു പുസ്തകം തന്നെ, ഒരു ലേഖനം തന്നെയുണ്ട്, ഒരു പുസ്തകം തന്നെയുണ്ട്. അതിൽ എനിക്കിപ്പോഴും ഓർമ്മയുള്ള ഒരു അധ്യായമാണ് പലായത്വം. അതാണ് എൻ്റെ ശീർഷകം. പലായത്വം. അതായത് എസ് കെ നായർ, പഴയ തലമുറയിൽപ്പെട്ടവർക്കൊക്കെ പരിചിതമായ പേരാണ് എസ് കെ നായർ. ഇദ്ദേഹത്തെ ഒന്ന് വിമർശിച്ചുകൊണ്ട് അന്നത്തെ മലയാള നാട്ടിലാണ്, അതോ കൗമുദിയിലാണോ? മലയാള നാട്ടിൽ എഴുതി. മലയാള നാട്ടിൽ വിമർശിച്ചുകൊണ്ട് എഴുതിയപ്പോൾ അദ്ദേഹം എഴുതി, അദ്ദേഹത്തിന് അദ്ദേഹം എഴുതിയ എന്തോ ഇംഗ്ലീഷിൽ എന്തോ തെറ്റ് വന്നു എന്ന് മാഷ് ചൂണ്ടിക്കാണിച്ചിരുന്നു. അതിനെല്ലാം വിമർശിച്ചുകൊണ്ട് അദ്ദേഹം എഴുതിയ കൂട്ടത്തിൽ സുകുമാർ അഴീക്കോട് എന്നുള്ളതിന് അഴീക്കോടൻ സുകുമാരൻ എന്ന ദേഷ്യം കൊണ്ടാണ് അഴീക്കോടൻ സുകുമാരൻ എന്നാണ് അദ്ദേഹം പരാമർശിച്ചത്. അതിനൊരു മറുപടി എഴുതിയത് കൗമുദിയിലാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം കെ ബാലകൃഷ്ണൻ, അദ്ദേഹം മഹാനായ പത്രാധിപർ കെ ബാലകൃഷ്ണൻ പറഞ്ഞതായി ഞാൻ കേട്ടതോ വായിച്ചതോ, അദ്ദേഹം പറഞ്ഞു അത്രേ, ഇദ്ദേഹത്തിൻ്റെ മറുപടി കിട്ടിയപ്പോൾ പറഞ്ഞു അത്രേ, ഇത് കിട്ടാൻ വേണ്ടിയാണ് ഞാൻ അത് കൊടുത്തതെന്ന്. അതിൽ അദ്ദേഹം പറഞ്ഞു, നോക്കണം വിമർശനത്തിൻ്റെ ആ മൂർച്ച, സൂക്ഷ്മമായ മൂർച്ച. അദ്ദേഹം പറഞ്ഞു, മനോഹരമായ എൻ്റെ പേരിനോടൊപ്പം 2 ചില്ല് ചേർത്ത് ശ്രീ എസ് കെ നായർ അതിനെ വികൃതമാക്കിയതിന് പകരമായി ഞാൻ അദ്ദേഹത്തിൻ്റെ പേരിൽ നിന്ന് 1 ചില്ല് എടുക്കട്ടെയോ?
മനസ്സിലായല്ലോ. അപ്പോൾ എസ് കെ നായർ പറഞ്ഞത് ഇംഗ്ലീഷിൽ തെറ്റൊക്കെ വരാം, കാരണം എൻ്റെ അച്ഛൻ സായിപ്പല്ലല്ലോ എന്നാണ് അദ്ദേഹം ആ ലേഖനത്തിൽ എഴുതിയത്. അപ്പോൾ ഇവരൊക്കെ എഴുതും, പഴയ കൈകളല്ലേ, ഇവരൊക്കെ എഴുതുന്നതിന് ഭയങ്കര മൂർച്ചയാണ്. അന്ന് ഈ മയ്യഴി അതുപോലുള്ള പ്രദേശങ്ങളിൽ സായിപ്പന്മാർ വന്ന് താമസിച്ചിരുന്നു എന്നൊക്കെയുള്ള അനന്തര കഥകളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കൊള്ളിച്ചുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത് എൻ്റെ അച്ഛൻ സായിപ്പല്ല എന്ന്. മാഷ് എഴുതി. അദ്ദേഹം പറയുന്നത് ഇംഗ്ലീഷ് തെറ്റുകൂടാതെ അദ്ദേഹം എഴുതാത്തത് അദ്ദേഹത്തിൻ്റെ അച്ഛൻ സായിപ്പല്ലാത്തത് കൊണ്ടാണെന്നാണ്. അപ്പോൾ എൻ്റെ പ്രാർത്ഥന അതല്ല, ഇദ്ദേഹത്തിൻ്റെ മക്കൾ ആരെങ്കിലും തെറ്റുകൂടാതെ ഇംഗ്ലീഷ് എഴുതിപ്പോയാൽ ദൈവമേ ഇദ്ദേഹം അവരുടെ പിതൃത്വം തന്നെ നിഷേധിക്കുമല്ലോ എന്നാണ്. അത്ര മൂർച്ചയോടെ പലായത്വം എന്ന പേരിൽ ലേഖനം എഴുതിയ അഴീക്കോട് മാഷ്, അദ്ദേഹത്തിൻ്റെ ഈ ഫലിതോക്തികൾ, വിറ്റ് ഈസ് ഇൻ്റലിജൻസ് എന്നല്ലേ പറയുന്നത്, വളരെ ഷാർപ്പായിട്ടുള്ള പ്രജ്ഞയുടെ ഏറ്റവും നവോന്മേഷശാലിയായ ചലനങ്ങളും തുടിപ്പുകളും അതിൻ്റെ സ്പന്ദങ്ങളും പ്രതിസ്പന്ദങ്ങളും ഉണ്ടെങ്കിൽ മാത്രമേ പെട്ടെന്ന് ഫലിതം പറയാൻ പറ്റൂ. വളരെ പെട്ടെന്നാണ് അദ്ദേഹം ഈ ഫലിതോക്തികൾ പറയുന്നത്. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പേരിൽ പിന്നീട് ഒരു ആരോപണം വന്നു. അദ്ദേഹത്തിൻ്റെ ഒരു പഴയകാല പ്രണയത്തെക്കുറിച്ച് അദ്ദേഹം എഴുതിയെന്ന് പറയപ്പെടുന്ന ഒരു പ്രണയ ലേഖനത്തെക്കുറിച്ച്, അതിനെക്കുറിച്ചെല്ലാം ചില പ്രത്യേക പ്രസിദ്ധീകരണങ്ങളിൽ ചില ലേഖനങ്ങളൊക്കെ വന്നു. തിരുവനന്തപുരത്ത് ഞാനൊരു ദിവസം സെക്രട്ടേറിയറ്റ് വിട്ട് വരുമ്പോൾ ഒരാൾ എന്നെ അത്യാവശ്യമായിട്ട് വിളിച്ചു പറഞ്ഞു, നിങ്ങളുടെ മാഷിൻ്റെ പേരിൽ ഒരു ഇങ്ങനെ ഒരു വാർത്ത വന്നിരിക്കുന്നു. ആ പ്രസിദ്ധീകരണത്തിൻ്റെ കോപ്പി ഇവിടെ ഉണ്ടായിരുന്നു. തിരുവനന്തപുരത്തെ പ്രശസ്തനായ ഒരു എഴുത്തുകാരൻ വായിക്കാൻ വേണ്ടി എടുത്തുകൊണ്ട് പോയിരിക്കുന്നു. അത്ര ഇൻട്രസ്റ്റ് ആയിരുന്നു. അദ്ദേഹം അതിന് മറുപടി പറഞ്ഞത് എൻ്റെ ഓർമ്മയിൽ ഇപ്പോഴും തങ്ങി നിൽക്കുകയാണ്. അദ്ദേഹം വേറെ ഏതോ ഒരു വേദിയിൽ വെച്ച് പറഞ്ഞു, ഞാൻ പ്രണയലേഖനം എഴുതിയിരിക്കാം, മനുഷ്യനല്ലേ, പ്രണയലേഖനം എഴുതിയിരിക്കാം, പക്ഷേ കേരളത്തിൻ്റെ ഒരു സ്ഥലത്തും ഒരിക്കലും ഒരു കുട്ടിയും അച്ഛാ എന്ന് വിളിച്ചുകൊണ്ട് എൻ്റെ അടുത്ത് വരികയില്ല. എന്നെ വിമർശിച്ച ചിലരുണ്ടല്ലോ, അവരുടെ സ്ഥിതി അതല്ല എന്ന് ഓർക്കണം. കൂടുതൽ പറയണ്ടല്ലോ. അദ്ദേഹത്തിൻ്റെ ഏറ്റവും നല്ല പ്രഭാഷണങ്ങൾ ശിവഗിരിയിൽ പലപ്പോഴായിട്ട് നടന്നിട്ടുള്ളവയാണ്. ഏറ്റവും നല്ല പ്രഭാഷണങ്ങളിൽ ചിലത്. അപ്പോൾ ഒരിക്കൽ അദ്ദേഹം പ്രഭാഷണം കഴിഞ്ഞിറങ്ങുമ്പോൾ അവിടുത്തെ ഒരു സന്യാസി മുഖ്യൻ പറഞ്ഞു, മാഷേ, ഈ കലയുടെ ഗുണങ്ങൾ നിരവധിയാണ്. കലയുടെ 18 ഗുണങ്ങളുണ്ട് കലയ്ക്ക്. ഇതിൽ 18ാമത്തെ ഗുണമാണ് സമ്മോഹനം. മാഷിൻ്റെ ഇന്നത്തെ പ്രസംഗം മുഴുവൻ സമ്മോഹനം കൊണ്ട് സമ്മോഹനമായിരുന്നു. ആ വിധത്തിൽ എല്ലാവരെയും സ്വാധീനിക്കുന്ന തരത്തിലുള്ള പ്രഭാഷണങ്ങൾ. ഇപ്പോൾ ധൈഷണിക തലത്തിൽ മാത്രം സംസാരിച്ചിട്ട് പോകുന്നവരുണ്ട്. പലതരത്തിലുള്ള ഈ സദസ്സിൽ ഒരാൾ വന്ന് ധൈഷണിക തലത്തിൽ സംസാരിച്ചിട്ട് പോയാൽ അതൊരു വിജയകരമായ പ്രഭാഷണമല്ല. ധ്വനിസാന്ദ്രമായി സംസാരിക്കുന്നവരുണ്ട്. അത് വളരെ കുറച്ച് പേർക്കേ അത് ആസ്വദിക്കാനാവുള്ളൂ. പക്ഷേ സർവതല സ്പർശിയായി സമൂഹത്തിൽ നടമാടുന്ന വിഷയങ്ങളെക്കുറിച്ച് അതിൻ്റെ എല്ലാ തലങ്ങളെയും പ്രതലങ്ങളെയും പരാമർശിച്ചുകൊണ്ട് സംസാരിക്കുവാൻ അദ്ദേഹത്തിന് സാധിച്ചിരുന്നു. മാഷ് ഈ ഫലിതം പറയുന്നത് പോലെ തന്നെ ഫലിതം ആസ്വദിക്കുകയും ചെയ്യുമായിരുന്നു. ഒരിക്കൽ ഫലിത സാഹിത്യകാരനായ സുകുമാർ അദ്ദേഹത്തെ കണ്ടപ്പോൾ, വേറെയും സാഹിത്യകാരന്മാരുണ്ട്, ഇദ്ദേഹം പറഞ്ഞു, സുകുമാറിനെ കളിയാക്കിക്കൊണ്ട് പറഞ്ഞു, എൻ്റെ പേരിൽ തിരുവനന്തപുരത്ത് ഇപ്പോൾ ചില ആളുകൾ ഷൈൻ ചെയ്യുന്നുണ്ടെന്ന് ഞാൻ അറിഞ്ഞു. എൻ്റെ പേരിൽ തിരുവനന്തപുരത്ത് ഇപ്പോൾ ചില ആളുകൾ ഷൈൻ ചെയ്യുന്നുണ്ട് എന്ന് ഞാൻ അറിഞ്ഞു. പെട്ടെന്ന് സുകുമാർ പറഞ്ഞു, ഇത് ഞാൻ അങ്ങോട്ട് പറയാൻ വരികയായിരുന്നു. അദ്ദേഹം ചിരിച്ചു. അദ്ദേഹം അത് മറ്റാർക്കും ആസ്വദിച്ചുകൊണ്ട് ചിരിച്ചു എന്നുള്ളതാണ്. ഞാൻ അദ്ദേഹത്തെ പരിചയപ്പെടുന്നത് 10-30 വർഷം മുമ്പാണ്. എൻ്റെ ഔദ്യോഗിക ജീവിതത്തിൻ്റെയൊക്കെ തുടക്കത്തിലാണ്. ഞാനന്ന് വിജിലൻസ് ഡിപ്പാർട്ട്മെൻറ്റിലാണ് സെക്രട്ടേറിയറ്റിൽ ജോലി ചെയ്യുന്നത്. അപ്പോൾ ആ കാലത്ത് മാഷിൻ്റെ പ്രസംഗം കേട്ടിട്ട് ആ പ്രസംഗങ്ങളിലെ ചില മൊഴിമുത്തുകൾ എടുത്ത് അന്ന്
അനൗദ്യോഗികമായി പത്രാധിപത്യം വഹിച്ചിരുന്ന ഒരു മാസികയിൽ, നാട്ടരങ്ങ് എന്ന് പറയുന്ന മാസികയിൽ അഴീക്കോട് സംസാരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു 10-26 മൊഴിമുത്തുകൾ എന്ന് പറഞ്ഞാൽ മൊഴിമുത്തുകളാണ്. അതിലെ ഒരു വാചകം ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. ധീരന്മാരുടെ ഹൃദയം അശ്രു സമുദ്രമായിരിക്കും, പക്ഷെ അവരുടെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി പോലും അടർന്ന് വീഴുകയുമില്ല. ഈ വിധത്തിലുള്ള മൊഴിമുത്തുകളെല്ലാം ചേർത്ത്, രസബിന്ദുക്കളും ചേർത്ത് അഴീക്കോട് സംസാരിക്കുന്നു എന്ന പേരിൽ ഒരു ലേഖനം പ്രസിദ്ധീകരിച്ചു. എങ്ങനെയാണെന്നറിയില്ല, അദ്ദേഹം അത് ആരോ അദ്ദേഹത്തിൻ്റെ കയ്യിൽ കൊടുത്തു. എന്നെ കാണണം എന്ന് ആവശ്യപ്പെട്ടു. സെക്രട്ടേറിയറ്റിലെ ചില സുഹൃത്തുക്കൾ പറഞ്ഞു, മാഷ് അന്വേഷിക്കുന്നു. ട്രിവാൻഡ്രം ഹോട്ടലിലാണല്ലോ അദ്ദേഹം താമസിക്കുന്നത്. ഞാൻ അവിടെ ചെന്നു. അങ്ങനെയുള്ള ബന്ധമാണ്. അദ്ദേഹം ചോദിച്ചത്, ഇതെങ്ങനെ എഴുതാൻ കഴിഞ്ഞു? ഞാനിതൊക്കെ മറന്നുപോകും. എഴുതാനിരിക്കുമ്പോൾ തുറക്കാത്ത ഒരു സർഗപരമായ മനസ്സ് ഈ പ്രഭാഷണ വേദിയിൽ മൈക്രോഫോണിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ തുറന്നു കിട്ടാറുണ്ട്. അപ്പോൾ അത് കേൾക്കാനാണ് ആളുകൾ വരുന്നത്. പക്ഷെ പിറ്റേന്ന് പത്രക്കാർ എഴുതുന്നത് മറ്റൊന്നാണ്. ഇത് ഞാൻ പറഞ്ഞ അതേ കാര്യങ്ങളാണ്. ഇത്രയും കാര്യങ്ങൾ ഒരു പ്രസംഗത്തിൽ പറഞ്ഞുവോ എന്ന് ഞാൻ തന്നെ അതിശയിക്കുകയാണ്. അങ്ങനെ തുടങ്ങിയ ആ ബന്ധം മാഷ് തിരുവനന്തപുരത്ത് വരുമ്പോഴെല്ലാം ഈ ട്രിവാൻഡ്രം ഹോട്ടലിൽ എന്നെ നേരത്തെ അറിയിക്കും, അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും ഞാൻ അറിയും. അവിടെ ഞാൻ പോകുമ്പോൾ അദ്ദേഹത്തെ സ്ഥിരമായി കാണാൻ വരുന്ന ആൾക്കാർ നിസ്സാരന്മാരല്ല. പ്രൊഫസർ ONV കുറുപ്പ്, ഡോക്ടർ പുതുശ്ശേരി രാമചന്ദ്രൻ, അതുപോലെയുള്ള പ്രഗത്ഭരായ ആളുകൾ, ചെമ്മനം ചാക്കോ, ഇവരെല്ലാം അദ്ദേഹത്തെ കാണാനായിട്ടോട് വരുന്നുണ്ടാവും. ഇപ്പോൾ ഒരു ദിവസം ഞാൻ ചെല്ലുമ്പോൾ എനിക്ക് തോന്നുന്നു പുതുശ്ശേരി രാമചന്ദ്രൻ സാറാണ്. അദ്ദേഹം ചോദിച്ചു, സുദർശൻ ഇപ്പോൾ ഏത് വകുപ്പിലാണ്? ഞാൻ പറഞ്ഞു, ഞാൻ ഇപ്പോൾ വിജിലൻസിലാണ്. വിജിലൻസോ? സെക്രട്ടേറിയറ്റിലോ? അതെ, സെക്രട്ടേറിയറ്റിൽ അതിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് സെക്ഷൻ ഉണ്ടല്ലോ, വിജിലൻസ്. അവിടെ എന്താണ് ജോലി? അവിടെ എനിക്ക് ഈ മിസലേനിയസ് ആണ് ഒരു വിഭാഗം, പിന്നെ റിപ്പോർട്ടുകൾ, പിന്നെ ഡീറ്റെയിൽഡ് എൻക്വയറി ഓർഡർ ചെയ്യുക. മിസലേനിയസ് എന്ന് പറയുമ്പോൾ ഈ നാട്ടുകാരെല്ലാം വിജിലൻസിലേക്ക് പെറ്റീഷൻ അയക്കുമല്ലോ, നമ്മുടെ നാട്ടുകാരല്ലേ. എന്ത് പെറ്റീഷൻ? ഇപ്പം ഞാൻ ആ ഒരു മൂഡിൽ രസകരമായി അവിടെ വരുന്ന പെറ്റീഷൻ വളരെ രസമുള്ള പെറ്റീഷനാണ്. അതിലൊരു പെറ്റീഷൻ വിധവാ പെൻഷൻ വാങ്ങിക്കുന്ന ഒരു സ്ത്രീക്കെതിരായിട്ടാണ്. ഇതെല്ലാം ഊമക്കത്തുകളാണ്. ഇപ്പോൾ ഒരാൾ എഴുതി അറിയിച്ചിരിക്കുകയാണ്, സർ ഇവിടെ ദമയന്തി എന്ന് പറയുന്ന സ്ത്രീ വിധവാ പെൻഷൻ വാങ്ങിക്കുകയാണ്. അപ്പോൾ സാറ് അത് അനുവദിച്ചു കൊടുക്കാൻ പാടില്ലാത്തതാണ്. സാർ അവരുടെ വീട്ടിൽ, നമ്മുടെ പാലത്തിൻ്റെ അടുത്താണ് അവരുടെ വീട്ടിൽ രാത്രി ഒരു 11 മണി കഴിഞ്ഞ് വരാമെങ്കിൽ റേഷൻ കട മുതലാളി അവിടെ വരുന്നത് കാണാം. റേഷൻ എങ്ങോട്ട് പോകണമെന്ന് പറയണ്ടല്ലോ, സാറിന് കയ്യോടെ പിടിക്കാം എന്നൊക്കെ പറഞ്ഞുള്ള കത്തുകൾ. ഇത് മിസലേനിയസ് ആണ്, ഇതൊന്നും വ്യക്തതയുള്ള കത്തുകളല്ല. വേറൊരാൾ എഴുതിയിരിക്കുന്നത്, വികലാംഗ പെൻഷൻ വാങ്ങിക്കുന്ന ഒരു സ്ത്രീ സാറ് ചന്തയുടെ അവിടെ 11 മണിക്ക് വരാമെങ്കിൽ അവർ സാധനങ്ങളും കൊണ്ട് തുള്ളിച്ചാടി പോകുന്ന കാണാൻ കഴിയുന്നതാണ്, കയ്യോടെ പിടിക്കാമെന്നാണ്. വേറൊരാൾ എഴുതിയിരിക്കുന്ന, അളിയൻ 11-ാം തീയതി വരും, ഫെബ്രുവരി 11-ാം തീയതി സാർ എയർപോർട്ടിൽ ഉണ്ടാവണം. അളിയനെ ഒരു പ്രത്യേക സ്ഥലത്ത് വെച്ച് 7 ബിസ്ക്കറ്റ് കൊണ്ടുവരികയാണ്, അപ്പോഴേ പിടിക്കാം, ചൂടോടെ പിടിക്കാം എന്നാണ്. അപ്പോൾ ഇതൊക്കെ നമ്മളെടുത്ത് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ അയച്ചു കൊടുക്കും. അപ്പം ഇതൊക്കെ കേട്ട് അവർ ചിരിച്ചു. മാഷ് ഈ സ്വകാര്യതയിൽ വളരെ ലജ്ജാശീലനായ ഒരു വ്യക്തിയാണ്. അദ്ദേഹം മൂക്കിൻ്റെ താഴെ ഇങ്ങനെ കൈവച്ചുകൊണ്ട് ചിരിച്ചുകൊണ്ട് എന്നോട് പറഞ്ഞു, സുദർശൻ ഇതൊന്നും എന്നോട് പറഞ്ഞിരുന്നില്ലല്ലോ എന്ന്. ഇതെങ്ങനെ ഞാൻ പറയും, ചോദിച്ചോണ്ടല്ലേ പറഞ്ഞത്. ആ വിധത്തിൽ ഒരേ സമയം വേദിയിലും ആവശ്യമുള്ള രംഗങ്ങളിലും സ്ഥലങ്ങളിലും ക്ഷോഭിക്കുന്ന, ധൈഷണികമായി പ്രകോപിതനാവുന്ന ആ വ്യക്തിത്വം, അതേപോലെ തന്നെ നിർമ്മലവും വളരെയധികം സത്യസന്ധവുമായ നിഷ്കപടമായ അംശങ്ങൾ നിലനിർത്തിയിരുന്ന മഹത്തായ ഒരു പ്രതിഭാവിലാസമായിരുന്നു. മാഷിനെക്കുറിച്ച്, അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളെക്കുറിച്ച് ഒന്നും ഞാൻ ഈ സന്ദർഭത്തിൽ ഓർമ്മിക്കാൻ, വിശദീകരിക്കാൻ ശ്രമിക്കുന്നില്ല. അദ്ദേഹത്തിൻ്റെ പേരിൽ കേരളമൊട്ടാകെ എത്ര സംഘടനകളാണ്. ഇവിടെ തന്നെ ഈ ഗ്രാമം കേന്ദ്രീകരിച്ചുകൊണ്ട് അതിൻ്റെ പേര് തന്നെ ഞാൻ ശ്രദ്ധിച്ചു, അഴീക്കോട് വിചാരവേദി. സമാനമായ വിചാരങ്ങൾ, സദൃശമായ വിചാരങ്ങൾ, ചിന്തകൾ, ഉദാത്തമായ ചിന്തകൾ പങ്കുവയ്ക്കുന്ന ഒരു കൂട്ടായ്മ, സമാന മനസ്കരുടെ ഒരു കൂട്ടായ്മ. ഞാൻ അറിയുന്നു, ഞാൻ അറിയാത്ത ഒരിടത്തിലെങ്ങാമോ നീ വാഴുന്നു, സമാന ഹൃദയ നിനക്കായി പാടുന്നു എന്ന് നമ്മുടെ ഒരു കവയിത്രി പാടിയല്ലോ.
ആ സമാന ഹൃദയർ എവിടെയും ഉണ്ടാവാം, ഏത് ഭാഗത്തും ഉണ്ടാവാം. അവരൊത്തുകൂടുന്നു, അവരദ്ദേഹത്തിൻ്റെ മഹത്വത്തെക്കുറിച്ച് പുനരാലോചിക്കുന്നു, അനുസ്മരിക്കുന്നു. ആ വ്യക്തിത്വം നിലനിർത്തിക്കൊണ്ട് അതിൻ്റെ ആത്മാംശം ഉയർത്തിക്കൊണ്ട് അതുപോലെ അർഹിക്കുന്ന പ്രതിഭകൾക്ക് അവാർഡുകൾ നൽകുന്നു, പുരസ്കാരങ്ങൾ നൽകുന്നു. ഇതൊരു പുതിയ മുന്നേറ്റമാണ്, സാംസ്കാരികമായ മുന്നേറ്റമാണ്. ഈ മുന്നേറ്റത്തിൻ്റെ ചരട് പിടിക്കുന്ന ഈ തോട്ടപ്പള്ളിയിലെ വിചാരവേദിയുടെ സംഘാടകരെയും പ്രവർത്തകരെയും മുക്തകണ്ഠം പ്രശംസിക്കുവാൻ ഞാൻ ഈ സന്ദർഭം ഉപയോഗിക്കുകയാണ്. നമ്മൾ ഇന്ന് അവാർഡ് നൽകുന്നത് വളരെ സമർത്ഥനായ ഒരു വ്യക്തിപ്രഭാവത്തിനാണ്. അദ്ദേഹത്തെക്കുറിച്ച് ഇവിടെ പറഞ്ഞു. സാഹിത്യത്തിലും സ്വജീവിതത്തിലും ജീവിതത്തിൻ്റെ എല്ലാ ഘട്ടങ്ങളിലും നീതിയുടെയും വ്യക്തിപ്രഭാവത്തിൻ്റെയും ജ്വാലകൾ പടുത്തുയർത്താൻ സാധിക്കുന്ന ആളുകളെ തെരഞ്ഞുപിടിച്ച് ഇത്തരം അവാർഡുകളും പുരസ്കാരങ്ങളും നൽകുമ്പോൾ ഈ പ്രവർത്തനങ്ങൾ സാർത്ഥകമാകുന്നു. കാരണം നമ്മുടെ സാഹിത്യ നഭസ്സിലും സാംസ്കാരിക നഭസ്സിലും സാമൂഹിക നഭസ്സിലും എന്നും ജ്വലിച്ചു നിൽക്കുന്ന മിന്നുന്ന ഒരു താരകമാണ് ഡോക്ടർ സുകുമാർ അഴീക്കോട്. അദ്ദേഹത്തിൻ്റെ സ്മരണകൾ ദീപ്തമാണ്. ദീപ്തമായ സ്മരണകൾ പങ്കുവയ്ക്കുന്ന അനുഗ്രഹീതമായ ഈ സായാഹ്നത്തിൽ പങ്കെടുക്കുന്നവരും അനുഗ്രഹീതരാണ്. എല്ലാവിധമായ ആശംസകളും ഇന്നിവിടെ കൂടിയിരിക്കുന്നവർക്ക് നൽകിക്കൊണ്ട് ഇന്നത്തെ അവാർഡിന് അർഹനായ ശ്രീ ജനാർദ്ദനൻ നായർ സാറിനെ അനുമോദിച്ചുകൊണ്ട് അദ്ദേഹത്തിന് എല്ലാവിധമായ ശ്രേയസ്സും ഐശ്വര്യവും സമൃദ്ധിയും ആയുരാരോഗ്യ സൗഖ്യങ്ങളും ഉണ്ടാകട്ടെ എന്നും പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നിങ്ങൾക്കെൻ്റെ നമസ്കാരം.